ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പച്ചരി വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1.5 കപ്പ് പച്ചരി, സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയില്ലേ, ആ പച്ചരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ കുതിർത്താൻ ഒരു 1/2 മണിക്കൂർ വെക്കുക. അത് ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വന്നാലോ. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഉള്ളി, വെല്ലുള്ളി കേട്ടോ, പിന്നെ ഒരു തക്കാളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി വേണ്ടുള്ളൂ, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം. ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് മുന്തിരി, ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാട്ടാം. നമ്മുടെ മിൽമയുടെ നെയ്യാണ്, ഞങ്ങൾ കരണ്ടടുപ്പിലാണ് വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യിലോട്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ മുന്തിരി ഒന്നും കരിയാതെ സൂക്ഷിക്കണം. കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്തിരി വറുത്ത് കോരിയിരുന്നു. അതുപോലെ നമ്മൾ സവാളയും മുന്തിരി പോലെ ഒന്ന് വറുത്ത് കോരുകയാണ്. കളറാവണ വരെ നമ്മൾ ഇത് വഴറ്റണം. നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സവാള നമ്മൾ നേരത്തെ ബ്രൗൺ കളറായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല, സവാള നമ്മൾ കുറച്ചുകൂടെ ചെയ്തത്, അതേപോലെ തന്നെയാണ് നമ്മൾ ഈ സവാളയും ഒന്നാ ബ്രൗണിഷ് കളറാകുമ്പോൾ നമ്മൾ കോരിയിട്ട് ഇവിടെ വെക്കണേ. അപ്പം നമ്മൾ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും. നമ്മൾ തക്കാളി ഇടാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചരി ചേർക്കുകയാണ്. 1.5 കപ്പ് പച്ചരി. നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഒറ്റ വിസിലിന് ഇത് അടച്ചു വയ്ക്കണം കേട്ടോ. ഒറ്റ വിസിലാകുമ്പോൾ നമുക്കിത് തുറക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഓഫാക്കിയിട്ട് ആവി പോയ ശേഷം നമുക്ക് തുറക്കാം. ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് ബിരിയാണി കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഉള്ളിയും മുന്തിരിയും നമ്മൾ വാട്ടിണ്ടായിരുന്നില്ല, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ പുതിനയിലയും കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കണില്ല.
ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. ഇത് ഞാൻ പറയാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെജിറ്റേറിയൻ ബിരിയാണിയാണ്. നമ്മൾ ചിക്കനൊന്നും ഇട്ടിട്ടില്ല. നമ്മൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്, നല്ല അടിപൊളി. സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും.